ഹിമാചൽ പ്രദേശിൽ നടന്ന രാഷ്ട്രീയ അട്ടിമറിക്ക് ചരടുവലിച്ചത് ആരാണെന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വടക്കേ ഇന്ത്യയിലെ ഏക കോൺഗ്രസ് ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്ന ദൗത്യമാണ് ഏറ്റെടുത്തത് ഈ ചരടുവലിച്ചയാണ്. അതിന്റെ ആദ്യഘട്ടമായിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ വൻ അട്ടിമറി. ഇതിന് ചുക്കാൻ പിടിച്ചത് വേറെ ആരുമല്ല, മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. 40 വർഷം കോൺഗ്രസിന്റെ നേതാവായിട്ട് പഞ്ചാബിൽ അരങ്ങുവാണ്. മുഖ്യമന്ത്രിയായി അവസാനം AAP ആം ആദ്മി പാർട്ടി ജയിച്ചു വന്നപ്പോൾ അദ്ദേഹം പുറത്തായി. പിന്നെ കോൺഗ്രസുമായിട്ട് തെറ്റി. അദ്ദേഹം ആദ്യം സ്വന്തം പാർട്ടി പഞ്ചാബ് കോൺഗ്രസ് ഉണ്ടാക്കി. അത് ക്ലച്ച് പിടിക്കാഞ്ഞപ്പോൾ അദ്ദേഹം BJP ലയിച്ച് BJPയുടെ നേതാവായി. അപ്പം പറ്റിയ ആളെ തന്നെ അമിത്ഷായും നരേന്ദ്രമോദിയും ജോലി ഏൽപ്പിച്ചു എന്നതാണ് സത്യം. ആ ജോലി വളരെ ഭംഗിയായിട്ട് അമരീന്ദർ സിംഗ് നിർവഹിക്കുകയും ചെയ്തു. കോൺഗ്രസിലെ മണ്ടന്മാർക്ക് ഇത് മുൻകൂട്ടി കണ്ട് തടയാൻ സാധിച്ചിട്ടില്ല. ഇതിനകത്തൊരു രാജകുടുംബ ബന്ധം കൂടിയുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊ നമുക്കറിയാം, തിരുവിതാംകൂർ മുൻ രാജകുടുംബത്തിലെ ആൾക്കാർ ഇപ്പോ കഴിഞ്ഞ ദിവസം പൊങ്കാല ദിവസം കാട്ടിക്കുട്ടിയ കോപ്രായം കോമാളിത്തരമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ രാജ്യാധികാരം പോയെങ്കിലും മുൻ രാജകുടുംബങ്ങളായെങ്കിലും അതിൽ പലരും പിന്നീട് രാഷ്ട്രീയത്തിൽ വന്നിട്ട് രാജാക്കന്മാരെ പോലെ വിലസുന്നത് നമ്മുടെ പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കാണാം. രാജസ്ഥാനിലും മധ്യപ്രദേശിലും പഞ്ചാബിലും ഒക്കെ കാണുന്നതാണല്ലോ. എണ്ണം പറഞ്ഞാൽ ഒത്തിരിയുണ്ട്, എല്ലാം നമ്മൾ ഇപ്പൊ പറയുന്നില്ല. ഇതിലേക്ക് വരാം. അപ്പൊ മുൻ രാജകുടുംബങ്ങൾക്ക് ഇങ്ങനെ ചില ആനുകൂല്യങ്ങൾ കിട്ടും. അപ്പൊ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് 40 വർഷം കോൺഗ്രസ് നേതാവായിട്ടിരുന്ന മുഖ്യമന്ത്രിയായി എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തായല്ല രാജിവെച്ചു പോയി. എങ്ങനെ ആം ആദ്മി പാർട്ടി പഞ്ചാബ് പിടിച്ചടക്കിയപ്പോൾ കോൺഗ്രസ് അവിടെ നിലംപരിശായി. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അയക്ക് രാജിവെക്കേണ്ടി വന്നു. ആർക്ക്? അമരീന്ദർ സിംഗിന്. പിന്നെ അദ്ദേഹം കോൺഗ്രസുമായിട്ട് തെറ്റി, ഹൈക്കമാൻഡുമായിട്ട് ഉടക്കായി. പുള്ളി അവസാനം പഞ്ചാബ് ലോ കോൺഗ്രസ് PLC എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ചു. അത് ക്ലച്ച് പിടിച്ചില്ല. പിന്നെ പറ്റിയ പണി എന്താണ്? BJP ലയിച്ചു. അങ്ങനെ BJPയുടെ ആളായിട്ട് മാറി. അപ്പൊ പറ്റിയ ആളെ തന്നെ BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഇവർ രണ്ടുമാണല്ലോ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അമരീന്ദർ സിംഗിനെ തന്നെ കൃത്യം കാര്യങ്ങൾ ഏൽപ്പിച്ച് എന്താ ചെയ്യേണ്ടത് അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തു. എന്താ ചെയ്തത്? ഇദ്ദേഹം പഴയ പാട്യാല രാജകുടുംബ അംഗമാണ്. ആര്? ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. അപ്പൊ രാജകുടുംബത്തിന്റെ രക്തമാണല്ലോ. ഇനി ഹിമാചൽ പ്രദേശില് ഒരു രാജകുടുംബമുണ്ട്, ഹിമാചൽ രാജകുടുംബം. അതിലെ ആളായിരുന്നു ദീർഘകാലം ഹിമാചലിലെ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിട്ടിരുന്ന വീരഭദ്ര സിംഗ്. ഓർക്കുന്നുണ്ടാവും നമ്മൾ വീരഭദ്ര സിംഗ്. വീരഭദ്ര സിംഗിന്റെ മകനാണ് ഇപ്പോൾ സുഖു മന്ത്രിസഭയിലെ അംഗമായ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായ വിക്രമാദിത്യ സിംഗ്. ഈ ബന്ധം സ്ഥാപിക്കുന്ന ഇങ്ങനെയാണ്. വീരഭദ്ര സിംഗിന് വിക്രമാദിത്യ സിംഗ് ഇപ്പോഴത്തെ മന്ത്രിയായ മകനും വേറെ 5 പെൺമക്കളാണുള്ളത്. അതിൽ ഒരു മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ നമ്മുടെ അമരീന്ദർ സിംഗിന്റെ ചെറുമകനാണ്. അമരീന്ദർ സിംഗിന്റെ മകളുടെ മകനാണ് അപരാജിത എന്ന് പറയുന്ന വീരഭദ്ര സിംഗിന്റെ 5 പെൺകുട്ടികളിൽ ഒരാളായ അപരാജിതയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ ഹിമാചൽ രാജകുടുംബവും പാട്യാല രാജകുടുംബവും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായല്ലോ കാര്യം. അപ്പോ നരേന്ദ്രമോദിയും അമിത്ഷായും വിചാരിച്ചു കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയ ആള് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടല്ലോ. അമരീന്ദർ സിംഗ്, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിലെ 6 MLA-മാരെ ചാക്കിടാനും 3 പിന്തുണയോടെ ജയിച്ച 3 സ്വതന്ത്ര MLA-മാരെ ചാക്കിടാനും ഈ 9 പേരെ ഹെലികോപ്റ്ററിൽ കയറ്റി ഹരിയാനയെ കൊണ്ടുപോകാനും വളരെ സുഖ സൗകര്യങ്ങളോടെ അവിടെ താമസിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തു കൊടുത്തത് സാക്ഷാൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ഇത്രയും കാലം കോൺഗ്രസിന്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ട് പഞ്ചാബിലിരുന്ന ഒരാള് അമരീന്ദർ സിംഗ് ഇപ്പൊ കാണിച്ച പണി ഇതാണ്. കോൺഗ്രസ് വിട്ടുപോകുന്ന പലരും കാണിക്കുന്ന പണികൾ ഇതൊക്കെ തന്നെയാണെന്ന് കോൺഗ്രസിന് മാത്രം മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് ഹിമാചൽ പ്രദേശിലെ ഈ അട്ടിമറി
വിജയിപ്പിച്ചത്. ആദ്യഘട്ടം രാജ്യസഭാ സീറ്റിൽ നടന്ന അട്ടിമറി മത്സരത്തിൽ. രണ്ടാം ഘട്ടത്തിൽ ഗവൺമെന്റിനെ താഴെ ഇറക്കാനായിരുന്നു പരിപാടി. ഗോവയിലും മറ്റു പലയിടത്തും ചെയ്തതുപോലെ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തതുപോലെ കോടികൾ ഇറക്കി ഒരു പാർട്ടിയുടെ MLA-മാരെ വാങ്ങുക, അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടാക്കുക, എന്നിട്ട് പുതിയ ഗവൺമെന്റ് BJP രൂപീകരിക്കുക. ഇതായിരുന്നു അജണ്ട. പക്ഷെ കോൺഗ്രസ്സുകാരനായ സ്പീക്കർ ചെയ്ത ബുദ്ധിപരമായ ഒരു കാര്യം കൊണ്ട് തൽക്കാലം ഗവൺമെന്റ് രക്ഷപ്പെട്ടു. അവിശ്വാസ പ്രമേയം വന്നാലും വിജയിക്കാൻ കഴിയത്തില്ല അവിശ്വാസത്തിന്. കാരണം ഈ കൂറുമാറി വോട്ട് ചെയ്ത, ക്രോസ് വോട്ട് ചെയ്ത ഈ 6 കോൺഗ്രസ് MLA-മാരെ സ്പീക്കർ അയോഗ്യരാക്കി, പണി കൊടുത്തു. അയോഗ്യരാക്കിയോണ്ട് ഇനി അവിശ്വാസ പ്രമേയം വരുമ്പോൾ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയിക്കൊണ്ട് കേസ് കൊടുത്തിട്ട് ഈ അയോഗ്യത നീക്കിയിട്ട് മാത്രമേ ഈ ഗവൺമെന്റ് അട്ടിമറിക്കാൻ ആർക്ക് BJPക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യഘട്ടത്തിൽ വിജയിച്ചെങ്കിലും രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ ഒരു ചെറിയ തടസ്സം ഇപ്പൊ വന്നിട്ടുണ്ട്. അത് കോടതിയൊക്കെ ഇടപെട്ട് ഇനി അതെന്താകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇവിടെ കോൺഗ്രസിന് ജാഗ്രതയില്ലായ്മ കോൺഗ്രസിനെ എത്രമാത്രം വേട്ടയാടുന്നു, ദുർബലപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹിമാചൽ പ്രദേശിലെ ഡ്രാമ, ഈ രാഷ്ട്രീയ നാടകം. ആ നാടകത്തിന് BJP ഉപയോഗിച്ചത് കോൺഗ്രസ് വിട്ടുവന്ന ഒരു പ്രമുഖ നേതാവിനെ. ആ പ്രമുഖ നേതാവ് അമരീന്ദർ സിംഗ് രാജകീയ ബന്ധം, കുടുംബ ബന്ധങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചു. ഇതല്ലേ യാഥാർത്ഥ്യം? ഇതെല്ലാം മുൻകൂട്ടി കാണാനോ തടയാനോ എന്തുകൊണ്ട് കോൺഗ്രസിനൊരു ഹൈക്കമാൻഡ് ഇല്ലേ? അവർക്ക് എന്തേ സാധിക്കാത്തത്? ഞങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ പാർട്ടിയാണോ ദേശീയ സഖ്യത്തെ, ഇന്ത്യ സഖ്യത്തെ, പ്രതിപക്ഷ സഖ്യത്തെ നയിക്കാൻ പോകുന്നത്? ഈ ഹൈക്കമാൻഡ് എങ്ങനെയാണ് അടുത്തൊരു വിശാല പ്രതിപക്ഷ സഖ്യത്തെ നയിക്കുന്നത്? എങ്ങനെയാണ്? നമ്മൾ വിചാരിച്ചാൽ മതി എന്താ സംഭവിക്കാൻ പോണേന്ന്. ഇവിടെ കോൺഗ്രസിന് പണി കിട്ടിയതിന്റെ കാരണമാണ് ലാസ്റ്റ് പറയുന്നത്. മറ്റൊരു കാരണം, അതായത് വീരഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗിനും മുഖ്യമന്ത്രിയാകണമെന്നുണ്ടായിരുന്നു. കാരണം വീരഭദ്ര സിംഗ് മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷം കിട്ടിയിട്ടും സുഖുവിനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാക്കിയത്, വിക്രമാദിത്യനെ ആക്കിയില്ല. അതിൻ്റെ ഒരു കലിപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഓരോന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഹിമാചൽ കോൺഗ്രസിനകത്തൊരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് വിക്രമാദിത്യ സിംഗ് ഇങ്ങനെ കാരണഭൂതനായി. അങ്ങനെ ഓരോന്നും നീക്കി കൊണ്ടുപോയി. മാത്രമല്ല, ജനുവരി 22-ന് അയോധ്യയിൽ നടന്ന നരേന്ദ്രമോദി നടത്തിയ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്ത വിദ്വാനാണ് വിക്രമാദിത്യ സിംഗ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ബഹിഷ്കരിച്ച പരിപാടിയിൽ അതാണ് ശ്രദ്ധേയം. ഇപ്പൊ ജനുവരി 22 കഴിഞ്ഞപ്പോ എത്രയായി? ഫെബ്രുവരിയും കഴിഞ്ഞപ്പോ മാർച്ച് 1 ആകുകയല്ലേ? ഇത്രയും കാലമായിട്ടും പാർട്ടിയുടെ തീരുമാനം ലംഘിച്ച് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്ത ഒരു പാർട്ടിയുടെ മന്ത്രിയെ, അതും മുൻ മുഖ്യമന്ത്രിയുടെ മകനെതിരെ നടപടിയെടുക്കാൻ ആംബിയർ ഇല്ലാത്ത, അതിനുള്ള കോപ്പില്ലാത്ത ഒരു പാർട്ടിയല്ലേ നിങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇനി ഇന്ത്യയെ രക്ഷിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് BJPയെ ചാലഞ്ച് ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ആയുധമുണ്ടോ? ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ നടന്നത് ഒരു ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പാണ്. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസിനോട് പറയാണ്, കോൺഗ്രസേ, നിങ്ങളുടെ കാര്യം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കട്ടപ്പുകയായിരിക്കും. ഒരു സംശയവും വേണ്ട. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു പാർട്ടിക്കും സാധിക്കാതെ വരും, മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക്. നിങ്ങളുടെ മേൽവിലാസത്തിൽ കൈപ്പത്തി ചിഹ്നത്തി ജയിച്ചു വരുന്ന ഒരു MP കേരളത്തിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ, അല്ലെ ഏത് സംസ്ഥാനത്തു നിന്നും ആയിക്കോട്ടെ, ആ ജയിച്ച MP നാളെ BJPയിൽ ചേരില്ല എന്ന് എന്ത് കണ്ടീഷൻ, എന്ത് ഉറപ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൊടുക്കാൻ പറ്റും? ഇത് തടയാൻ ഗോവയിൽ എഴുതി ഒപ്പിട്ട് അവിടെ വിശ്വാസവും രേഖപ്പെടുത്തി, മതവിശ്വാസവും രേഖപ്പെടുത്തി, ബൈബിളിലും ഒക്കെ തൊട്ട് ഞാൻ കോൺഗ്രസിൽ മരിക്കുന്നവരുണ്ടായിരിക്കുന്നു പറഞ്ഞ് ജയിച്ചു പോയ MLA-മാര് രാജ്യരാമാനം BJPയിൽ പോയി കാശും വാങ്ങി. അപ്പൊ നിങ്ങൾ സത്യവേദ പുസ്തകത്തിൽ വെച്ച് സത്യം ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾ പലപ്പോഴും പറയുന്നത്, ആവർത്തന വിരസത ഉണ്ടെങ്കിലും പറയാതിരിക്കാൻ വയ്യ, നിങ്ങളുടെ മൃദു ഹിന്ദുത്വം ഉണ്ടല്ലോ, നിങ്ങളുടെ മൃദു ഹിന്ദുത്വ കോൺഗ്രസിന്റെ, അത് എപ്പോൾ നിങ്ങൾ ചവറ്റുകുട്ടിയിൽ ഇടുന്നു അന്നേ നിങ്ങൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ
ഹിമാചൽ പ്രദേശുകൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങളുടെ എത്ര MP ജയിച്ചു വന്നാലും അതിൽ എത്ര പേരെ നിങ്ങളുടെ കൂടെ നിർത്താൻ നിങ്ങൾക്ക് ആംബിയറുണ്ട്. നിങ്ങളുടെ MP കോൺഗ്രസിന്റെ MP എത്ര പേരെ കിട്ടുമെന്ന് തന്നെ ഇപ്പൊ ആർക്കും അറിയത്തില്ല. ജയിച്ചു വരുന്ന നിങ്ങളുടെ MP കോൺഗ്രസിന്റെ MP റാഞ്ചി കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഇപ്പോഴേ BJP ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹിമാചൽ MLA ചാക്കിട്ടതുപോലെ റാഞ്ചി കൊണ്ടുപോകും. ഇഷ്ടംപോലെ പൈസയുണ്ട് BJP-യുടെ. നിങ്ങൾക്ക് എന്ത് കുന്തം ചെയ്യാൻ പറ്റും? എന്നിട്ട് നിങ്ങൾ ഇന്ത്യ സഖ്യത്തെ നയിച്ച് മോദി സർക്കാരിന് താഴെ ഇറക്കുമത്രേ. നടക്കാത്ത മനോഹര സ്വപ്നം. കോൺഗ്രസിന് നന്നാവില്ല, നന്നാവാൻ അവർക്ക് കഴിയില്ല എന്ന് ഈ ഓരോ സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയേണ്ടി വരുന്നത് കഷ്ടമാണ് ഞങ്ങൾക്ക്. നിങ്ങളൊരു ബദലായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ബദലിനെ നയിക്കാൻ നിങ്ങൾ ശക്തരാകണമെന്നും നിങ്ങൾ അതിന് പ്രാപ്തരാകണമെന്നുമൊക്കെ ആഗ്രഹിച്ച ഒട്ടേറെ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അവരെയൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു പാർട്ടി നേതൃത്വമാണല്ലോ നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു. ലജ്ജ. അതിനപ്പുറത്തൊരു വാക്ക് ഞങ്ങൾക്ക് പറയാനില്ല.